ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള അഫിലിയേഷൻ്റെ ചട്ടം അല്ലെങ്കിൽ റൂളാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളതിൻ്റെ സെക്ഷൻ പഠിച്ചിരുന്നു. ഏത് സെക്ഷനിലായിരുന്നു ഓർക്കുന്നുണ്ടോ എല്ലാവരും? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ സെക്ഷൻ പഠിച്ചിരുന്നു. സെക്ഷൻ ഏതെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് സെക്ഷനിലാണ് നമ്മൾ സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള അഫിലിയേഷനെ കുറിച്ച് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? സെക്ഷൻ 8A ആയിരുന്നു അല്ലേ? സെക്ഷൻ 8Aയിലായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്. സെക്ഷൻ 8Aയിലായിരുന്നു അഫിലിയേഷനെ കുറിച്ച് പഠിച്ചത്. അതിൻ്റെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റൂള് പഠിക്കാം. ഓർത്ത് വെച്ചേക്കുക, അതിൻ്റെ തനത് റൂള് എന്ന് പറഞ്ഞാൽ ഇതാണ്. ചട്ടം 16E ആണ് കേട്ടോ. അവിടെ 16E സെക്ഷൻ 8A, അതിൻ്റെ റൂള് 16E എന്ന് ഓർത്ത് വെച്ച് മനസ്സിലാക്കണേ. എല്ലാവരും മനസ്സിലാക്കണേ, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സബ് റൂള് ഒന്നിൽ പറയുകയാണ് അല്ലെ? സബ് റൂള് ഒന്നിൽ അല്ലെങ്കിൽ ഉപചട്ടം ഒന്നിൽ പറയുകയാണ്. ആൻ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ to the central or apex society shall be submitted by in form number 31 of appendix 2 of these rules and shall registered post with acknowledgement due എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് പറയുക? ഇവിടെ പറയുന്നത് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞിരുന്നു അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ ഒരു പ്രൈമറി സംഘമാണെങ്കിൽ അത് അതിൻ്റെ തനത് സെൻട്രൽ സംഘത്തിലേക്ക്, ഇനിയിപ്പോൾ ഒരു സെൻട്രൽ സംഘമാണെങ്കിൽ അതിൻ്റെ തനത് അപ്പെക്സ് സംഘത്തിലേക്ക് എന്ത് ചെയ്യണം? അഫിലിയേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അഫിലിയേറ്റ് ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓർത്ത് വെക്കുക ഫോം നമ്പർ 31-ലാണ്. ഏതിലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? ഫോം നമ്പർ 31-ലാണ് ഓർത്ത് വെച്ചത്. നമ്മുടെ അപ്പൻഡിക്സ് 2-ലാണ് ഈ ഫോംസിനെ കുറിച്ചൊക്കെ പറയുന്നത് അല്ലേ? അപ്പൻഡിക്സ് 2-ലാണ് ഫോംസുകളെ കുറിച്ച് പറയുന്നത്. ടോട്ടൽ ഏകദേശം 39 ഫോംസ് ഉണ്ട്. അതിലെ ഫോറം നമ്പർ 31-ലുള്ള ഫോമിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു അഫിലിയേഷന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഫോം നമ്പർ 31 കേട്ടോ. അതൊന്ന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണേ. ഫോം നമ്പർ 31 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം എങ്ങനെയാണ് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഷാൾ ബി രജിസ്റ്റേർഡ് പോസ്റ്റ്. നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു വിട്ടാൽ മതി. ഓക്കെ, അക്നോളജ്മെന്റ് വെച്ച് ഒരു കൈപ്പറ്റ് രസീത് വെച്ച് എന്താണ് പറയുക, ഒരു രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു വിട്ടാൽ മതി എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് അപ്പെക്സ് സംഘത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര സംഘത്തിലോ അഫിലിയേറ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷ ചട്ടത്തിലെ അനുബന്ധം 2, അനുബന്ധം എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സ് 2 ആണ്. അപ്പൻഡിക്സ് 2-ൽ നൽകിയിട്ടുള്ള 31-ാം നമ്പർ അപേക്ഷാ ഫോറത്തിൽ കൈപ്പറ്റ് രസീത് സഹിതം രജിസ്റ്റർ ചെയ്ത് സമർപ്പിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റെ റൂള് അല്ലെ ചട്ടത്തിൽ പറയുന്ന കാര്യം. ഇനിയിപ്പോൾ ഇവിടെ നോക്കാം, റൂള് 1A, സബ് റൂൾ 1A, റൂൾ 1A സബ് റൂൾ 1A അല്ലെ? ഉപചട്ടം 1A എന്ന് പറയും. ഇവിടെ പറയാണ്, ഇൻ ദ കേസ് ഓഫ് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് having a regular managing committee and doing the business of milk procurement and sales within the area of operation of the RCMPU shall apply for affiliation to their respective central or apex society in form number 31 of appendix 2 of these rules and shall be sent by registered post with acknowledgement due. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ആപ്കോസുകളുണ്ട്. പാൽ സൊസൈറ്റി എന്ന് പറയും അല്ലേ? ആപ്കോസ്. അപ്പം ആപ്കോസ് അതായത് അവർക്ക് റെഗുലർ മാനേജിങ് കമ്മിറ്റി, അതുപോലെ തന്നെ മിൽക്ക് പ്രൊക്യൂർമെന്റ്, സെയിൽസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ആപ്കോസ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യണം? അവരുടെ തനത് സെൻട്രൽ സംഘമായിട്ടുള്ള അവരുടെ തനത് സെൻട്രൽ സംഘം ഏതാണ്? യൂണിയൻ RCMPUയിലേക്ക് അല്ലെ? RCMPUയിലേക്ക് എന്ത് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലേക്ക് എന്ത് ചെയ്യണം? അവരും അഫിലിയേറ്റ് ചെയ്യണം. ഓർത്ത് നോക്കുക, എല്ലാ സംഘങ്ങളും അഫിലിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ RCMPUയിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം, എന്താ ആപ്കോസും അഫിലിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇവരിവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഓർക്കുക, തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുള്ളതും പാൽ എന്താണ് പറയുക, സംഭരണം, വിൽപ്പന എന്നിവ മേഖലാ ക്ഷീരോത്പാദക യൂണിയന്റെ പ്രവർത്തന മണ്ഡലത്തിൽ നടത്തി വരുന്നതുമായ ആനന്ദ് മാതൃക ക്ഷീര സംഘങ്ങൾ, അതായത് ആപ്കോസ് എന്നാണ്. ആനന്ദ് വരൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യണം? ഈ ചട്ടങ്ങളിലെ അനുബന്ധം 2-ലെ ഫോറം
നമ്പർ 31 മേഖല ക്ഷീരോത്പാദക യൂണിയനിലോ അഥവാ അപ്പെക്സ് സംഘത്തിലോ അഫിലിയേഷന് വേണ്ടി അപേക്ഷിക്കേണ്ടതാണെന്ന് ഓർത്ത് വെക്കുക. അതാണ് ഞാൻ മലയാളം ഒന്ന് പറയുന്നത് അറിയോ, എങ്ങനെയാണ് ഈ ചട്ടത്തിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു തരുന്നു, അതിനോടൊപ്പം ഞാൻ ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. മലയാളത്തിൽ എങ്ങനെയാണ് ഈ ചട്ടം വായിച്ചത്, നമ്മൾ നാളെ ഈ ചട്ടമൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൂളൊക്കെ മലയാളത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകണ്ടേ. അപ്പൊ ചെറിയ നിങ്ങൾക്ക് പരിചിതമാകാൻ വേണ്ടിയാണ് ഞാൻ അതിന്റെ പ്രോപ്പർ തനത് മലയാളം കൊണ്ട് വായിച്ചു പോകുന്നത്. അപ്പൊ ഇത്രയും ഉള്ളൂടെ ഒന്നുമില്ല. ഇപ്പൊ അപ്കോസ് ആണെങ്കിൽ റിവർ മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ മിൽക്ക് പ്രൊക്യൂർമെന്റും സെയിൽസും ഒക്കെ നടത്തുന്ന ആ ഒരു RC എന്താണ് ആപ്കോസ് ഉണ്ടല്ലോ, അവരുടെ തനത്, അതായത് അവർ ഏത് യൂണിയന്റെ ഏത് RCMPയുടെ കീഴിലാണോ വരുന്നത് ആ RCMPയിലേക്ക് അഫിലിയേഷന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കണം. അതും ഫോം നമ്പർ 31 തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതും രജിസ്റ്റേർഡ് പോസ്റ്റിൽ അക്നോളജ്മെന്റ് DOH തന്നെയായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് പറയുക, കൈപ്പറ്റ് രസീത് സഹിതം വേണം രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കാനെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് കൺസേൺഡ് സെൻട്രൽ സൊസൈറ്റി ഓർ അപ്പെക്സ് സൊസൈറ്റി ഷാൾ ഡിസ്പോസ് ദ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ആസ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1 ഓർ സെക്ഷൻ 8A ഓഫ് ദ ആക്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ എന്താണ് പറയുക, അതായത് അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു അപ്പെക്സ് സംഘത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ സംഘത്തിലേക്കോ ഒരു അപേക്ഷ സമർപ്പിച്ചില്ല, അഫിലിയേഷന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിച്ച് ആ 45 ദിവസത്തിനകമായിട്ട് ആ തനത് സംഘം അല്ലെ 45 ദിവസത്തിനകമായി ആ തനത് സംഘം ഉണ്ടല്ലോ, അതായത് അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി ഈ അഫിലിയേഷന്റെ അപേക്ഷയിന്മേൽ തീരുമാനം കൈക്കൊള്ളണമെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ അല്ലേ, സിമ്പിൾ ആണ്. ഇനിയും പറയാണ് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണേ, ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ പറയുകയാണ്, നമ്മളൊന്നുകൂടെ പറയാം, 45 ദിവസമായിട്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. 45 ദിവസമായിട്ട് അവർ അഫിലിയേഷൻ അംഗീകരിക്കുന്നുമില്ല അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നുമില്ല എന്നുണ്ടെങ്കിൽ 45 ദിവസമായിട്ട് ഈ അപേക്ഷ ഡിസ്പോസ് ഓഫ് ചെയ്യണം. ദാറ്റ് മീൻസ് അതിന്മേൽ തീരുമാനം കൊടുക്കണം. ഒന്നുകിൽ അഫിലിയേഷൻ കൊടുക്കാം അല്ലെങ്കിൽ അഫിലിയേഷൻ കൊടുക്കാതിരിക്കാം. നീ പറയാണ് അഫിലിയേഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലേ 45 ദിവസമായിട്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്ത് വിടണം. കാരണം നിരസിക്കുകയാണെങ്കിൽ റിജക്ഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യണം. ഇനി 45 ദിവസമായിട്ട് ഈ ലെവന്മാർ ഇതിന്മേൽ തീരുമാനമൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു സെൻട്രൽ സംഘത്തിലേക്കോ അപ്പെക്സ് സംഘത്തിലേക്കോ അഫിലിയേഷൻ അപേക്ഷിച്ചു, എന്നാൽ 45 ദിവസമായിട്ട് അവർ അതിന്മേൽ തീരുമാനമൊന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അഫിലിയേഷൻ കിട്ടിയതായി കണക്കാക്കപ്പെടുമെന്നാണ് സെക്ഷനിൽ പറയുന്നത്. ഇനി ഇവിടെ പറയുകയാണ്, നോക്കിയടാ സബ് റൂൾ 3 പറയുകയാണ്, ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഓൾറെഡി മെയ്ഡ് ടു സെൻട്രൽ സൊസൈറ്റി ഓർ അപ്പെക്സ് സൊസൈറ്റി ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദീസ് റൂൾസ് and on which no decision has been taken by the concerned apex society or central society shall be deemed to have been submitted as per this rule. ഇവർ പറയാണ് ഇവിടെ, അതായത് ഈ റൂള് വരുന്നതിന് ശേഷം നമ്മുടെ തനത് ഈ റൂള് ഏത് റൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് റൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും മറന്നു കാണും അല്ലേ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റൂള്. ഈ റൂള് പ്രകാരം അതായത് 16 ഏതാണ് റൂള് 16E സെക്ഷൻ 8A പറയാണ്, ഈ റൂള് പ്രകാരം അല്ലെങ്കിൽ ഈ റൂള് വരുന്നതിന് മുൻപ് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പൊ ഈ റൂള് 16E ആണല്ലോ അല്ലെ, ഈ റൂള് 16E വരുന്നതിന് മുൻപ്, ഈ റൂള് നിലവിൽ വരുന്നതിന് മുൻപായിട്ട് ഇപ്പൊ ഏതെങ്കിലും സംഘം ഇതുപോലെ അപ്പെക്സ് സംഘത്തിലേക്കോ അല്ലെങ്കിൽ സെൻട്രൽ സംഘത്തിലേക്കോ അഫിലിയേഷൻ അപേക്ഷിച്ചു. ഓർക്കണേ, അതായത് റൂള് 16E ഈ റൂള് വരുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും സംഘങ്ങൾ അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേഷൻ അപേക്ഷിച്ചു എന്നോട് പറയാം. റൂള് 16 ഈ ചട്ടം വരുന്നതിന് മുൻപായിട്ട്, അതായത് ഈ ചട്ടം അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഈ ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായിട്ട് ഇപ്പൊ ഏതെങ്കിലും സംഘങ്ങൾ ഏതെങ്കിലും പാക്സോ അല്ലെങ്കിൽ സെൻട്രൽ സംഘമോ ഇങ്ങനെ അപ്പെക്സ് സംഘത്തിലേക്കോ അല്ലെങ്കിൽ സെൻട്രൽ സംഘത്തിലേക്കോ അഫിലിയേഷൻ അപേക്ഷിച്ചു. പക്ഷെ എന്താണ്, ഈ റൂള് വരുന്നതിന് മുമ്പ് അപേക്ഷിച്ചു. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ റൂള് ഇന്ന് വരിക എന്ന് വിചാരിക്കുക. ഈ റൂൾ ഒരു ഉദാഹരണമാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മള് ഈ റൂൾ ഇന്നാണ് ഈ റൂള് വരുന്നത്. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് എത്രയാണ് 11/7/25. ഓക്കെ, ഈ 11/7/25 എന്ത് ചെയ്യുകയാണ്, ഈ റൂൾസ് വരികയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുന്നതാണ്. അപ്പൊ നമ്മള് ഏകദേശം കഴിഞ്ഞ മാസം 10/6/2025 അല്ല വേണ്ട ഒരു 20/6/2025 ഇങ്ങനെ ഒരു അഫിലിയേഷന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിച്ചു. അപ്പൊ ഈ 16 വരുന്നത് 11/7/2025 ഇന്നാണ് ഈ റൂള് വരുന്നത് വിചാരിക്കുക. അപ്പൊ ഈ റൂള് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് അഫിലിയേഷന് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ 11/7 ഇന്ന് ഈ റൂള് വന്നു. ഓക്കെ, ഈ റൂള്
വന്നതിന് ശേഷവും ഇതിന്മേൽ തീരുമാനമൊന്നും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ റൂള് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലേക്ക് നമ്മളൊരു അപേക്ഷ സമർപ്പിച്ചു, എന്നാൽ ഈ റൂള് വന്നതിന് ശേഷവും അതിന്മേൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നൽകിയ അപേക്ഷ, അല്ലെ, നമ്മളിപ്പോൾ ഒരു അപേക്ഷ നൽകിയല്ലോ, ഈ അപേക്ഷ നമ്മൾ റൂള് 16 പ്രകാരം നൽകിയതായി കണക്കാക്കപ്പെടണം. ക്ലിയർ ആയോ? അതായത് ഈ ചട്ടം വരുന്നതിന് മുൻപ് അഫിലിയേഷൻ ഒരു അപേക്ഷ കൊടുത്തു, എന്നാൽ ഈ ചട്ടം വന്നതിന് ശേഷവും അതിന്മേൽ തീരുമാനമൊന്നും ആകുന്നില്ല, അപേക്ഷയിന്മേൽ തീരുമാനമൊന്നും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അപേക്ഷയെ നമ്മൾ റൂള് 16 പ്രകാരം നൽകിയതായിട്ട് കണക്കാക്കണമെന്നാണ് പറയുന്നത്. അന്ന് മനസ്സിലാക്കണം. പറഞ്ഞ എങ്ങനെയാണ്, ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് അപ്പെക്സ് സംഘത്തിലോ കേന്ദ്ര സംഘത്തിലോ അഫിലിയേഷന് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളിൽ മേൽ പ്രസ്തുത അപ്പെക്സ് സംഘമോ കേന്ദ്ര സംഘമോ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ പ്രസ്തുത അഫിലിയേഷനുള്ള അപേക്ഷ ഈ ചട്ടം അനുസരിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതായി പരിഗണിക്കേണ്ടതാണ്. അതാണ് ഒരു ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഓൾറെഡി മെയ്ഡ് ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദീസ് റൂൾസ്. അതായത് ഈ റൂള് വരുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും ഒരു അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേഷൻ അപേക്ഷിച്ചു, എന്നാൽ ആ പ്രസ്തുത അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സംഘം അതിന്മേൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക ഈ റൂള് വന്നതിന് ശേഷം. പറയാണ് അങ്ങനെയെങ്കിൽ നോക്കിയേ, വിച്ച് നോ ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ ബൈ ദ കൺസേൺഡ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി shall be deemed to have been submitted as per these rules. അപ്പോൾ ആ അപേക്ഷയെ, നമ്മൾ നൽകിയ അപേക്ഷകൾ ഈ റൂള് പ്രകാരം നൽകിയതായിട്ട് കണക്കാക്കപ്പെടണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് പറയുന്നത്. അത് മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് ഈ റൂള് വരുന്നതിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചു, എന്നാൽ ഈ റൂള് വന്നതിന് ശേഷം എന്താണ് അതായത് ആ ഒരു അപേക്ഷ തീരുമാനമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഈ റൂള് വരുന്നതിന് മുമ്പ് അപേക്ഷിച്ചു, പക്ഷേ ഈ റൂള് വന്നു, എന്നിട്ടും അതിന്മേൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നൽകിയ അപേക്ഷ ഈ റൂള് പ്രകാരം നൽകിയ അപേക്ഷകളായിട്ട് കണക്കാക്കണമെന്ന് മനസ്സിലാക്കണം. അടുത്ത പറയുന്നത്, ദ സൊസൈറ്റീസ് ഹൂസ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ സ്റ്റാൻഡ് റിജക്റ്റഡ് ഷാൾ ഹാവ് ദ റൈറ്റ് ടു അപ്പീൽ ബിഫോർ ദ രജിസ്ട്രാർ ആസ് പെർ സബ്സെക്ഷൻ 3 ഓർ സെക്ഷൻ 8A ഓഫ് ദി ആക്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു 45 ദിവസമായിട്ട് അവർ അതിന്മേൽ തീരുമാനമെടുക്കണം, അല്ലെ, ഒന്നെങ്കിൽ അവർക്ക് അഫിലിയേഷൻ നൽകാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. 45 ദിവസമായിട്ടും അവന്മാർ അതിന്മേൽ തീരുമാനം ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കണം. ഇനി പറയുകയാണ് 45 ദിവസത്തിനകമായിട്ട് ഇവർ നമ്മുടെ അഫിലിയേഷനുള്ള അപേക്ഷ റിജക്റ്റ് ചെയ്തെങ്കിൽ റിജക്റ്റ് ചെയ്ത് 30 ദിവസത്തിനകമായിട്ട് പറയുന്നുണ്ട്. എന്നാണ് റിജക്റ്റ് ചെയ്ത് 30 ദിവസത്തിനകമായിട്ട് നമുക്ക് രജിസ്ട്രാറിന്റെ മുൻപാകെ അപ്പീലിന് പോകാം. അങ്ങനെ ഒരു അപ്പീൽ രജിസ്ട്രാറിന്റെ മുൻപാകെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ കിട്ടി 60 ദിവസത്തിനകമായിട്ട് രജിസ്ട്രാർ ഇതിന്മേൽ തീരുമാനം എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് ഓർക്കണം, അവരോട് ഞാൻ എൻ്റെ ക്ലാസ് സെക്ഷൻ 8A എടുത്ത് പോയിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്തേക്കാം കമൻറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ റൂള് 16E കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ സെക്ഷനും അല്ലെങ്കിൽ 2 സെക്ഷനൊക്കെ വെച്ച് കുറേശ്ശെയാണ് ക്ലാസ്സസ് എടുത്ത് തരുന്നത്. നിങ്ങളിപ്പോൾ അത് കണ്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ആ രീതിയിൽ തന്നെ നമ്മളെടുത്ത് ചെറിയ ക്ലാസ്സുകളാണ്, കുഞ്ഞു ക്ലാസ്സുകളാണ്. അപ്പോൾ ക്ലാസ്സസ് കണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഓക്കെ, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ ക്ലാസ്സിൽ പുതിയ കണ്ടന്റുമായി വീണ്ടും കാണുന്നവരെ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.